ഓക്കെ ഗായ്സ് അപ്പോൾ ഞാനും അതേപോലെ നമ്മുടെ ഷിൻചാനുകളൊക്കെ വീട്ടിലെന്തായാലും ചുമ്മാ ഇരിക്കുകയാണ്. ഓക്കെ, ഭയങ്കര ബോറടിങ്ങളൊക്കെ ഉണ്ട്. എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാലാന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇപ്പോഴെന്തായാലും ക്രിസ്മസ് ഒക്കെ ഏകദേശം അടുത്തെന്തായാലും തുടങ്ങി. ഓക്കെ, നമ്മളാണെങ്കിൽ പിന്നെ നമ്മുടെ വീടൊക്കെ കണ്ടോ കംപ്ലീറ്റ്ലി എന്തായാലും ഡെക്കറേറ്റ് ചെയ്ത് വേറെ ലെവലാക്കി എന്തായാലും വെച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മുടെ വീട് ഫുള്ളായിട്ട് നമ്മളെന്തായാലും ഡെക്കറേറ്റ് ചെയ്ത് പൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഈ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ച് പക്കയാക്കി വെച്ചിട്ട് എന്തായാലും ഉണ്ട് നമ്മുടെ വീടൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യണ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി എന്തായാലും കാണാം. ഓക്കെ, ഞാൻ ഇന്നലെ എന്തായാലും ഇട്ട വീഡിയോകളൊക്കെ ആയിരുന്നു, ഇന്നലത്തെ സെക്കൻഡ് വീഡിയോകളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ആ ഒരു വീഡിയോ എന്തായാലും മാക്സിമം എന്തായാലും കാണാം. ഓക്കെ, എന്നിട്ട് എന്തായാലും ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ക്രിസ്മസ് ഗെയിം പ്ലേയിങ്ങളൊക്കെയാണ്. ഓക്കെ, ഇന്നിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും 2024 ഡിസംബർ 22 തീയതികളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു 22 തൊട്ട് 2025 ജാനുവരി 1 വരെയാണ് നമ്മുടെ ക്രിസ്മസ് വീഡിയോസുകളൊക്കെ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ. ഓക്കെ, അതെല്ലാവർക്കും എന്തായാലും അറിയായിരിക്കും. ഓക്കെ, ഇന്നലെ തൊട്ടാണ് ഞാൻ എന്തായാലും ഈ ഒരു ക്രിസ്മസ് ഗെയിം പ്ലേയിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ, ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി നമ്മുടെ സ്റ്റോറി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഷിൻചാനും എന്തായാലും വീട്ടിൽ ചുമ്മാക്കി ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാനായിട്ട് എന്തായാലും പോകാൻ കേട്ടോ, ഭയങ്കര ബോറടിങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ഡിഫൻഡർ എടുത്തുകൊണ്ട് നേരെ പോവാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണേ? ആടാ ഷിൻചാനെ, എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. നമ്മൾ പിന്നെ എപ്പോഴും ബീച്ചിലൊക്കെയല്ലേ പോകണം. നമുക്ക് ഇപ്രാവശ്യം വേറെ എങ്ങോട്ടെങ്കിലും പിടിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ജുറാസിക് പാർക്ക് ഏരിയ അല്ലേ, നമുക്ക് അങ്ങോട്ട് പിടിക്കാം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇപ്പം ഏകദേശം എന്തായാലും രാത്രി ആവാറായിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു ഉച്ച 6 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കപ്പോൾ നേരെ എന്തായാലും ജുറാസിക് പാർക്ക് ഇല്ലേ ആ ഒരു ഏരിയയിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വണ്ടിയൊക്കെ അവിടെ ഇട്ട് ഓടിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ജുറാസിക് പാർക്കിലൊക്കെ കയറി നമുക്ക് നിൽക്കാം. ആടെ ഷിൻചാനെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ജുറാസിക് പാർക്കിൽ എന്തായാലും പോകാം കേസ്. ഓക്കെ, ഭയങ്കര ബോറടിയൊക്കെ ആണല്ലോ. ഒക്കെ എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം കേസ്. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് ഞാൻ ഷിൻചാനും എന്തായാലും കേസ് നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ ആ ഒരു വഴിയിലോട്ട് എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഷിൻചാനുകളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ജസ്റ്റ് ചുമ്മാ എന്തായാലും നമ്മുടെ ഏറ്റവും ബാക്ക് സൈഡിലുള്ള ആ ഒരു ബീച്ചിലാണ് നമ്മുടെ ഈ ജുറാസിക് പാർക്കിൻ്റെ. നമുക്ക് എന്തായാലും ആദ്യം അങ്ങോട്ട് പോകാമെന്നാണ് അവിടെ ഷിൻചാനുകളൊക്കെ പറയണം. ഓക്കെ, അവിടെ എന്തോ ഏതാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനത്തെ പുതിയ സംഭവം എന്തായാലും തുറന്ന കേസ്. ഓക്കെ, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ല, അതുകൊണ്ട് എന്തോ ആണെന്നാണ് ഷിൻചാനും കാറിലൊക്കെ പറയാൻ. അയ്യോ, ഇതെന്താണ് ഫ്രണ്ടിലൊരു കാർ? എൻ്റെ മോനെ, ഇതെന്താണ് ഗൈസ്? ആരാ നടു റോട്ടിലൊരു വണ്ടി നമുക്ക് നൈസായിട്ട് കൊണ്ടിട്ടിരുന്നത്? എൻ്റെ മോനെ, നമ്മുടെ വണ്ടിയാണെ ബ്രേക്ക് കിട്ടാതെ നേരെ ആ വണ്ടി കൊണ്ട് ഇടിച്ച് നമ്മുടെ ഡിഫൻഡറിൻ്റെ ഒരു ഡോർ ഇളകിപ്പോയി, ഡ്രൈവിംഗ് സൈഡിലുള്ള ഒരു ഡോർ ഇളകിപ്പോയി. എൻ്റെ മോനെ, ഇതെന്താണ് സീൻ? ആരുടെ വണ്ടി ഇവിടെ കൊണ്ടിട്ട്? ഓ, ഈ വണ്ടി ആക്സിഡൻ്റ് ആയി കിടക്കണ, എനിക്കറിഞ്ഞൂടാ. നമുക്കെന്തായാലും ഈ ഒരു വണ്ടിയെടുത്ത് എന്തായാലും ജസ്റ്റ് എന്തായാലും ചെന്നെന്തായാലും ഒന്ന് നോക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഡോറ് കണക്ക് നൈസർ ഇളകിപ്പോയി കേട്ടാ. എൻ്റെ മോനെ, നമ്മുടെ വണ്ടിയുടെ ഡോറും കണക്ക് നൈസായിട്ട് ഇളകിപ്പോയിട്ടോ. അത് കുഴപ്പമില്ല, നമുക്കെന്തായാലും അത് ചെറുതായിട്ടെന്തോ ഇടിച്ചേ ഉള്ളൂ. നമുക്കെന്തായാലും അതെന്തായാലും എങ്ങനെയെങ്കിലും എടുത്ത് വെക്കാൻ പറ്റുമോ മാക്സിമം നോക്കി നോക്കാം. ഷോടോ, ഇത് നിസാൻ GTR അല്ലേ ഗൈസ്? ആരോ കൊണ്ട് ഉപേക്ഷിച്ചൊരു നിസാൻ GTR ആണെന്ന് തോന്നുന്നു. ഓ, ഈ വണ്ടിക്ക് ഒരു ഡോറില്ല കേട്ടോ, ഈ വണ്ടിക്കും ഡോറില്ല. എൻ്റെ മോനെ, ആരോ കൊണ്ട് ഉപേക്ഷിച്ചൊരു നിസാൻ GTR ആണ്, നിസാൻ GTR R35. ഇത് ആരാണെന്നോ കൊണ്ട് ഉപേക്ഷിച്ചോക്കെ. എന്തായാലും ആരും തന്നെ ഇല്ല കേസ്. നമുക്കപ്പോൾ നൈസായിട്ട് വണ്ടി അടിച്ചു പറ്റാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഡിഫൻഡർ എടുത്തിട്ട് തരാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഈ ഒരു GTR എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ബെന്നിയുടെ ഗറാജിൽ കൊണ്ട് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട്. ഈ വണ്ടി നൈസ് വണ്ടിയാണ്, ഈ വണ്ടി നമുക്കങ്ങ് എടുക്കാം. നമുക്കാണെങ്കിൽ പിന്നെ നിസാൻ GTR ഭയങ്കര ഇഷ്ടമല്ല, അതുകൊണ്ട് നമുക്കപ്പോൾ ഈ വണ്ടിയൊക്കെ നൈസായിട്ട് എടുക്കാം. നമ്മുടെ ഫേവറേറ്റ് വണ്ടിയും കൂടെയാണ്. ആടെ ഷിൻചാനെ, നമുക്കതിന് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ ഡിഫൻഡറിൻ്റെ ഡോർ എടുത്തിട്ട് വരാം. ആ വണ്ടിക്ക് വലിയ കാര്യമായിട്ട് കുഴപ്പമില്ലെന്നാണ്, ഡോറിന് ചെറിയ ചളുക്കമുണ്ടെന്നാണ്, അല്ലാതെ വേറെ കുഴപ്പമില്ലെന്നാണ്. നമുക്ക് ആ ഡോർ എടുത്ത് നൈസായിട്ട് അങ്ങ് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ചളുക്കം വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് ശരിയാക്കാം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഡോർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്പോ, ചെറുതായിട്ടൊക്കെ മടങ്ങിയൊക്കെ പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, അത് ശരിയാക്കി എടുക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് എനിക്ക് ഒരു ഐഡിയ തന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡിഫൻഡറിൻ്റെ ആ ഒരു ഡോറുകളൊക്കെ നമ്മളെന്തായാലും ഒരു വിധം എന്തായാലും ഫിക്സ് ചെയ്ത് കളൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ചളുക്കോ പിന്നെ ആ സൈഡൊക്കെ ചെറിയ പൊട്ടലുള്ളൂ, അത് നമുക്ക് പിന്നെ കാണിക്കുക എന്തായാലും. ഓക്കെ, നമ്മുടെ ആ ഒരു വണ്ടി ഇപ്പോൾ എന്തായാലും ഷിൻചാനുകളൊക്കെ
ഓടിച്ച് നല്ല പൊക്കിയാണ്. പക്ഷേ ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഞാൻ ഈ വണ്ടി കയറി വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ടായില്ല. പിന്നെ ഞാൻ ഇറുക്കി എന്തായാലും സ്റ്റാർട്ടാക്കി. ഈ ഒരു വണ്ടികളൊക്കെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. പക്ഷേ ഇറുക്കി സ്റ്റാർട്ടാക്കിയ സമയത്ത് ഈ വണ്ടിയിൽ എന്തോ ഷോക്ക് പോലെ എന്തോ ഒരു സാധനം വന്ന് അടിച്ച് ഈ വണ്ടി നേരത്തെ മൊത്തത്തിൽ ഇടിച്ച് പൊളിഞ്ഞ് കിടക്കായിരുന്നില്ലേ. ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയറായി. ഇതെന്ത് സംഭവമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഫുള്ളായിട്ട് ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയറായി. ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ പെട്രോളൊക്കെ അടിച്ച് ഫുൾ സെറ്റായി ഇവിടെ കിടക്കുകയാണ്. ഇതെന്തോ മാജിക്കാണ്. എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ടെക്നോളജികളും വല്ല യൂസ് ചെയ്ത വണ്ടിയായിരിക്കും. ഈ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആവും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ബട്ടണോ വല്ല അമർത്തി കഴിഞ്ഞാൽ ഈ വണ്ടി പഴയതുപോലെ ആവും. അങ്ങനെ വല്ല ആയിരിക്കും. എനിക്കറിയാൻ പാടില്ല. ഈ വണ്ടി ഇപ്പോൾ ഞാൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയറായി. ഫ്രാങ്ക്ലി ചേട്ടാ, എന്നാൽ ഇതെന്ത് സംഭവമാണ്? ഫ്രാങ്ക്ലി ചേട്ടാ പുഷ് ബട്ടൺ സ്റ്റാർട്ട് പുതുക്കിയപ്പോൾ ഈ വണ്ടി ഫുൾ റിപ്പയർ ആയല്ലോ. അതിപ്പോൾ നല്ല കാര്യമായി. നമുക്കിനി പൈസ കൊടുത്ത് വണ്ടി റിപ്പയർ ചെയ്യണ്ട. ആടെ ഷിൻചാൻ, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഡിഫൻഡർ എടുത്തോണ്ട് നേരെ എൻ്റെ ബാക്കി വാ. പക്ഷെ എന്നാലും ഈ വണ്ടി നൈസ് വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇടിച്ച് ഡോറും പോയി ഫ്രണ്ടൊക്കെ ചപ്പ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഒരു ഏതാണ് മിന്നൽ പോലെ എന്തൊരു സാധനം ഈ വണ്ടിയിലടിച്ച് വണ്ടി ഫുള്ള് റിപ്പയർ. എൻ്റെ മോനെ, ഈ വണ്ടി വേറെ ലെവലാണ് കേട്ടോ. നല്ല സ്പീഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ GTR-ന്. നമ്മുടെ ഫേവറേറ്റ് വണ്ടിയാണ് എൻ്റെ ഷിൻചാനെ. അതേപോലെ നമ്മൾ ഈ വണ്ടിയിൽ കയറിയ സമയത്ത് കാലാവസ്ഥയൊക്കെ മാറി. ഇതെന്താണ് സംഭവിക്കണതെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഈ വണ്ടി കയറിയ സമയത്ത് വണ്ടി കാലാവസ്ഥയൊക്കെ നൈസായിട്ട് മാറി കേട്ടോ. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തൊക്കെയോ മാജിക്കുകൾ നടക്കുന്നുണ്ട് കേസ്. ഓക്കെ, വണ്ടി കയറിയപ്പോൾ തന്നെ പെട്ടെന്ന് ഇടിയായിട്ട് മഴയും തുടങ്ങിയത്. എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതാ ഈ വണ്ടി ഇനി റിപ്പയർ ആവാൻ വേണ്ടിയിട്ട് ഈ വണ്ടി തന്നെ വല്ല ക്രിയേറ്റ് ചെയ്ത വല്ല ഇടിയും മഴയാണോ അത് എനിക്കറിയാൻ പാടില്ല കേസൊക്കെ. നല്ല മഴയും ഇടിയൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഈ വണ്ടിക്ക് ഭയങ്കര സ്പീഡാണ് കേസൊക്കെ. സാധാ ഒരു GTR പോലെ അല്ല കേസൊക്കെ. നല്ലൊരു സ്പീഡുകളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ നല്ല കൺട്രോളും ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും രാത്രി ആവാറായിട്ടുണ്ട് കേസൊക്കെ. കണ്ട നമ്മുടെ കാലാവസ്ഥയാണ് ഭയങ്കര മോശമാണ്. ഓക്കെ, നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഷിൻചാനുകളൊക്കെ പതുക്കെ വന്നോളും. നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം കിടക്കാൻ കേസൊക്കെ. ഭയങ്കര ക്ഷീണങ്ങളൊക്കെയാണ്. എന്തായാലും ഈ വണ്ടി നമ്മളങ്ങ് എടുക്കാൻ പോവുകയാണ് കേസൊക്കെ. ഇനി മുതൽ ഇത് നമ്മുടെ വണ്ടിയാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടികളൊക്കെ നമുക്കെന്തായാലും തിരിച്ച് നേരെ എന്തായാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്യാൻ കേസൊക്കെ. എന്തായാലും ഷിൻചാനുകളൊക്കെ മറ്റൊരു വണ്ടി കൊണ്ട് വരട്ട്. എന്നിട്ട് നമുക്കെന്തായാലും കുറച്ച് നേരം എന്തായാലും കിടന്ന് എന്തായാലും ഉറങ്ങാം കേസൊക്കെ. എന്തായാലും ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഇല്ല, രാത്രികളൊക്കെ ആയേക്കാണ് കേട്ടാ. നമ്മുടെ അതാണ് അടിച്ചു മാറ്റിയ GTR-കളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അടിച്ചു മാറ്റിയാൽ നമുക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ GTR-ആണൊക്കെ. നൈസ് ഉണ്ടാണ്. ആ വണ്ടി അവിടെ ഇപ്പോൾ ഷെഡിൽ കയറ്റിയിട്ടുണ്ട്. ഡിഫൻഡർ എന്നിട്ട് വെളിയിട്ടുണ്ട്. ഈ മഴ മാറണേല്ല, കൂടിക്കൂടി വരാണ്. എന്ത് സംഭവിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് അങ്ങ് രാത്രി കേസ്. ഓക്കെ, നേരത്തെ ഒരു ചെറുതായിട്ടൊക്കെ ഒരു 7 മണി ടൈമൊക്കെയാണ്. പെട്ടെന്ന് 9 മണിയായി കേസ്. എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, എന്തായാലും ഡിഫൻഡർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ GTR-കളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമുക്കെന്തായാലും ഇനി പോയി കിടന്ന് ഉറങ്ങാം കേസ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഷിൻചാനുകളൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങി. അവന് നല്ല ഉറക്കം വരണം തുടങ്ങി. ഓക്കെ, പക്ഷെ എൻ്റെ ആകുമ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ടൊക്കെ നല്ല ഉറക്കമൊക്കെ ആയിരിക്കും. ഓക്കെ, നമ്മുടെ വീടൊക്കെ പിന്നെ ഫുള്ള് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ കിടന്ന് എന്തായാലും ഉറങ്ങാം കേസ്. ഓക്കെ, നമുക്കെന്തായാലും രാവിലെ എണീറ്റ് എന്തായാലും പുതിയ GTR കൊണ്ട് നമുക്ക് നേരെ ജോഗിങ്ങിന് പോകാം കേസ്. ഓക്കെ, എല്ലാവരും ഒന്ന് നെട്ടിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും കിടന്ന് ഉറങ്ങാം.
ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഷിൻചാനുകളൊക്കെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എടാ ഷിൻചാനെ വാടാ, നമുക്കെന്തായാലും നമ്മുടെ പുതിയ GTR എടുത്ത് എന്തായാലും ജോഗിങ്ങിനൊക്കെ ചുമ്മാ ജസ്റ്റ് എന്തായാലും പോയിട്ടരാം. ആ ഫ്രാങ്ക്ലി ചേട്ടാ വാ, നമുക്ക് നമ്മുടെ പുതിയ GTR എടുത്ത് ജോഗിങ്ങിന് പോയിട്ടരാം. ആടാ ഷിൻചാനെ. ഫ്രാങ്ക്ലി ചേട്ടാ നമ്മുടെ GTR ഇവിടെ, നമ്മൾ ഇന്നലെ ഇവിടെയല്ലേ GTR പാർക്ക് ചെയ്ത് ഈ ഷെഡിൻ്റെ അകത്ത്. പക്ഷേ GTR ഇവിടെ പോയി, അത് കാണാനില്ല. ആടാ ഷിൻചാൻ അതെവിടെ പോയി? ഓക്കെ ഗൈസ് നമ്മുടെ GTR കാണാൻ. എൻ്റെ മോൻ ഇതെന്താണ് ഗൈസ്? ആരോ നമ്മുടെ GTR അടിച്ചു മാറ്റിയേക്കാണെന്ന് തോന്നുന്നു. എൻ്റെ ദൈവമേ, നമ്മുടെ ഡിഫൻഡർ മൊത്തത്തിൽ അടിച്ച് പൊട്ടിച്ച് 2 ഡോർ ഇളക്കിയിട്ടിരിക്കുകയാണ് ഈ വണ്ടിയുടെ. പക്ഷേ ഇതെന്ത് സംഭവമാണ് എനിക്കറിയണം കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഡിഫൻഡർ കണക്ക് നൈസായിട്ട് എടുക്കാം. ഈ വണ്ടി ഓണാവുമോ എന്തോ. വണ്ടി ഓണാവണം, ഭാഗ്യം. വണ്ടി ഓണാവണം എന്തോ ഭാഗ്യമാണ്. ഷേടാ ഇതെന്ത് സംഭവമാണെന്ന് എനിക്കറിയാൻ പാടില്ല. വണ്ടി എന്നാലും ചെറുതായിട്ടൊക്കെയാണ് മൂവ് ആവണം. നമുക്ക് ഈ വണ്ടി ജസ്റ്റ് നീക്കിയിടാം. ഗൈസ് ഇന്നലെ രാത്രി എന്തോ അറ്റാക്ക് നമ്മുടെ വീട്ടിലെന്തോ നടന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ അടിച്ചു പൊട്ടിച്ച് വണ്ടിയുടെ ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ഡോറൊക്കെ ഉണ്ട് ഫുള്ള് തല്ലി പൊട്ടിച്ചേക്കാണ്. വേറെ സീനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ GTR കാണാനില്ല ഇതൊക്കെ. അത് ഏവനോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് തോന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഏവനോ ഒരുത്തെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ. നമുക്ക് ഇന്നലെ കിട്ടിയ കാറേ ഉള്ളൂ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ നമുക്ക് പോലീസിന് പരാതി കൊടുത്താലോ ആ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് ആടാ ഷിൻചാനെ, നമുക്ക് പോലീസിനെല്ലാം പരാതി കൊടുക്കാം. അല്ലാതെ ഇപ്പോൾ വേറെ എന്ത് ചെയ്യാം നമ്മൾ. എന്നാലും നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ സൈഡിലൊക്കെ ചുമ്മാ നോക്കാം. ഏവനെങ്കിലും വണ്ടി അടിച്ചു മാറ്റിയിട്ട് പേടിച്ചിവിടെ കൊണ്ട് ഇട്ടിട്ട് പോയി കാണും. എന്തായാലും നമുക്കെന്തായാലും നോക്കി നോക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ അങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടിട്ടിടാൻ ചാൻസ് ഇല്ല. ഒരു മിനിറ്റ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ അങ്ങോട്ട് നോക്ക്. നമ്മുടെ GTR അല്ല കിടക്കണേ. ഈ വണ്ടി ഇങ്ങനെ വെളി വന്ന്. ആടോ ഷിൻചാനെ ഇതെങ്ങനെയാടാ വെളി വന്ന്? ഗൈസ് ഈ കാറിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടാ. കാരണം വെച്ചാൽ ഇന്നലെ ഈ കാർ എടുത്ത സമയത്ത് മഴ പെയ്യുകയും ചെയ്ത്. അത് മാത്രമല്ല ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയർ ചെയ്ത് ഇപ്പോൾ രാത്രി ഷെഡിൽ കിടന്ന കാറെങ്ങനെ ഇവിടെ വന്നാൽ മതി. എന്നിട്ട് ഇത്ര ഇടി ഉണ്ടായിട്ട് ഈ വണ്ടിക്ക് ഒരു പോറൽ പോലും ഇല്ല കേസൊക്കെ. നമ്മുടെ മറ്റേ വണ്ടിയാണെങ്കിൽ ഗ്ലാസും പൊട്ടി 2 ഡോറും പോയി. പക്ഷേ എന്തൊക്കെയാണെന്ന് സംഭവിക്കണം. നമുക്കെന്തായാലും ഈ GTR എടുത്തെന്നാലും അകത്തിടാം. ഇത് നല്ലൊരു കാറാണ്. ചേട്ടാ എന്നാലും എന്ത് സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടാ. കണ്ടു ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. സ്ക്രാച്ച് പോയിട്ട് ഒരു കുത്തു പോലും വണ്ടിയിൽ വീണിട്ടില്ല. അത്രയും ക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടികളൊക്കെ കയറ്റിയിടാം. നമ്മുടെ മറ്റേ വണ്ടിയുടെ ഡോറ് പൊളിഞ്ഞിടക്കുകയാണ് കേട്ടാ. എന്നാലും അത് കുഴപ്പമില്ല, അത് നമുക്ക് പിന്നെ എപ്പോഴും ശരിയാക്കി എടുക്കാം. ഓക്കെ എന്തായാലും ഇപ്പോഴൊന്നും ഞാൻ ശരിയാക്കണ്ട. എന്നാലും ഈ GTR എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് കേട്ടാ. എടാ ഷിൻചാനെ ഈ വണ്ടിക്ക് എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്ക് നൈസായിട്ടൊരു ഐഡിയ ഉണ്ട്. ഈ വണ്ടിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുള്ള പോലെ എനിക്കും ചെറുതായിട്ട് ഫീൽ ചെയ്യണം. കാരണം വെച്ചാൽ നമ്മളിന്നലെ എടുത്ത സമയത്ത് ഈ വണ്ടിക്ക് മഴയൊക്കെ പെയ്ത്. പക്ഷെ ഇപ്പോഴെന്തായാലും മഴയൊന്നും പെയ്യണില്ല. പക്ഷെ എന്തൊക്കെയോ ഈ വണ്ടിക്ക് കാര്യമായിട്ട് കുഴപ്പമുണ്ട്. നമുക്കാണെങ്കിൽ ഇന്ന് രാത്രിയാണെങ്കിൽ കിടന്നുറങ്ങാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും രാത്രി എന്തായാലും എണീക്കാം. എന്നിട്ട് നമുക്കെന്തായാലും ഈ ഒരു വണ്ടിയെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യാം. ഈ വണ്ടി തന്നെത്താനെ ഓടുന്നത് എങ്ങനെയാണ്. അഥവാ ഓടണമെങ്കിൽ നമുക്ക് സംശയിക്കാം ഇതൊരു കേഴ്സ്ഡ് കാറാണെന്ന്. കാരണം വെച്ചാൽ അങ്ങനത്തെ സ്വഭാവങ്ങളാണ് ഈ വണ്ടി കാണിക്കണം. ഈ വണ്ടിയിൽ എന്തൊക്കെയോ പ്രേതങ്ങൾ അങ്ങനത്തെ എന്തോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത സമയത്ത് തന്നെത്താനെ ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയർ ആയി. അപ്പോൾ ഇതൊരു കേഴ്സ്ഡ് കാറാണ്. അപ്പോൾ ഈ ഒരു കേഴ്സ്ഡ് കാർ എങ്ങനെയെങ്കിലും നമുക്ക് കൊണ്ട് കളയണം. അതിനു മുമ്പേ നമുക്ക് ഈ കാർ കേഴ്സ്ഡ് കാറാണെന്ന് തെളിയിക്കണം. അല്ലാതെ ചുമ്മാ കൊണ്ട് കളഞ്ഞിട്ടൊരു കാര്യമില്ല. ആടാ ഷിൻചാനെ നീ പറഞ്ഞത് ശരിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും രാത്രി വരെ വെയിറ്റ് ചെയ്യാം. നമുക്കെന്തായാലും രാത്രി എന്നാലും കിടന്ന് ഉറങ്ങണ സമയത്ത് ഈ വണ്ടി ഇവിടെ നിന്ന് പോകും നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ കയ്യിൽ പിന്നെ CCTV ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, അത് നോക്കാം. പക്ഷേ ഇന്നലത്തെ CCTV വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നത്തെ CCTV വിഷ്വൽസ് എങ്കിലും കിട്ടുമെന്ന് ഞാൻ എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും രാത്രി ആവണവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഈ കാറ് എങ്ങനെയാണ് മൂവ് ആവണേന്നൊരു ഐഡിയ ഒന്നുമില്ല. നമുക്കെന്തായാലും നോക്കി നോക്കാം.
ഷിൻചാനെ പെട്ടെന്നോടാ എടാ ഷിൻചാൻ ഇത് പെട്ടെന്നോടാ. എടാ 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 കാഴ്ചയുടെ കാർ എണീറ്റടാ. എന്നിട്ട് നമ്മൾ ഡിഫൻഡർ അടിച്ചിട്ട് ഡിഫൻഡർ അടിച്ചിടാ. എന്തൊക്കെയാണ് ഫ്രാങ്ക്ലിൻ ചേട്ടാ പറയണ? തന്നടാ ഷിൻചാൻ ഒന്ന് വാടാ ഇങ്ങോട്ട്. എൻ്റെ പൊന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ പറയും ശരിയാണല്ലോ. നമ്മുടെ ഡിഫൻഡർ ആ GTR ഇവിടെയല്ലേ കിടന്ന. ഇപ്പതാ ഡിഫൻഡറിനെ ഇടിച്ച് നേരെ ഇവിടെ ഇട്ടിരിക്കണേ. ആ GTR നേരെ സ്വിമ്മിംഗ് പൂള് വീണ്. ഇതെന്താണ് സംഭവം? ഫ്രാങ്ക്ലിൻ ചേട്ടാ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കേസെടുക്കാറ് നമ്മളെയും കൊല്ലും. ആടാ ഷിൻചാനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. നമുക്ക് ഈ വണ്ടി വെടിച്ച് മൊത്തത്തിൽ പൊട്ടിച്ചാലാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ അത് വേണോ? നമുക്ക് അവസാനം പണിയാവോ? എനിക്കിറങ്ങണടാ ഷിൻചാനെ. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറ്റും. അയ്യോ ഇതെന്താണ്? എടാ ഷിൻചാനെ ഇതിപ്പോ എന്താണ് സംഭവിച്ച? എന്റെ പൊന്നടാവേ പെട്ടെന്ന് ഇവിടെ ഒരു വണ്ടി വന്ന്. അപ്പൊ ആ കിടക്കണ വണ്ടി ഈ കിടക്കണ വണ്ടി എന്റെ പൊന്നു ഗയ്സ്, ഇത് റിയൽ ആയിട്ടൊരു കാഴ്ചയുടെ കാർ തന്നെയാണ്. എന്റെ പൊന്നിടാ വേടാ ഷിൻചാനെ കണ്ട വഴി ഓടിക്കടാ. അയ്യോ അല്ലെങ്കിൽ കേസിന്റെ കാർ നമ്മളെ കൊല്ലും. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഈ വെള്ളത്തിൽ കിടക്കണ ഏത് കാറ്? എടാ ഷിൻചാനെ എനിക്ക് തോന്നി ഈ ഒരു കാറിന്റെ ഈ ഒരു ഒറിജിനൽ കാറിന്റെ ബോഡിയാണെന്ന് തോന്നി ഇവിടെ കിടക്കണ. അപ്പൊ ഈ ഒരു കാറിന്റെ ആത്മാവാണെന്ന് തോന്നി നിൽക്കണം. എന്റെ പൊന്നെ കാറിന് ആത്മാവാ. ഷിൻഡോ അപ്പൊ ആ നിക്കണ GTRന്റെ ആത്മാവിന്റെ ബോഡിയാണ് വെള്ളത്തിൽ കിടക്കണ. എന്റെ പൊന്നു ഗയ്സ് ഇത് എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല. എടാ ഷിൻചാനെ കണ്ട വഴി വിടറോ. ഓക്കെ ഗയ്സ് ഇതിപ്പോ എവിടെയാണെന്ന് ഒരു ഐഡിയ തന്നില്ല. ഓക്കെ ഗയ്സ് നമ്മുടെ ഷിൻചാനെ കാണാനില്ല. ഓ ഗയ്സ് ഇത് മറ്റേ കാഴ്ചയുടെ കാറാണ്. എന്റെ പൊന്നെ പണി പാളാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്റെ പൊന്നടാ നമ്മളെ അടിച്ചിട്ട് ആ കാറ് നമ്മളെ ഓട്ടോമാറ്റിക്കിട്ട് അതിന്റെ ബാക്കിലത്തെ സീറ്റിൽ നമുക്ക് ഇരുത്തിയാണ്. എന്റെ പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങാനേ പറ്റണില്ല. എന്റെ അമ്മ നമുക്ക് എങ്ങനെയെങ്കിലും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേ പറ്റില്ല. ശരിയാവത്തില്ല. എന്റെ അമ്മ ഈ വണ്ടിയുടെ ഡോറും തുറക്കാൻ പറ്റില്ല. അവസാനം ഈ വണ്ടി 2 ഡോറാണൊക്കെ. ഇതിന്റെ ഫ്രണ്ട് ഡോറാണെങ്കിൽ തുറക്കാനും പറ്റാത്തത്. എന്താണ് സാധനം? തുറക്കാൻ പറ്റുള്ളെങ്കിൽ വണ്ടി ഫുള്ളായിട്ട് ലോക്കാണ്. എങ്ങനെയെങ്കിലും ചവിട്ടി പൊട്ടിച്ച് ഓടിയില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനം. ഈ വണ്ടി ഇപ്പം ഇവിടെ വെച്ചാൽ നമ്മളെ കൊണ്ടുപോകാൻ കേസൊക്കെ. ഈ വണ്ടിയുടെ റിയലായിട്ടുള്ള ബോഡിയാണ് വണ്ടി. ഇത് ഈ വണ്ടിയുടെ ആത്മാവാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ വണ്ടിയെല്ലാം സ്ഫോടനത്തിലെല്ലാം നശിച്ച് പോയതായിരുന്നു. എന്താണ് സംഭവിക്കണമെന്ന് എനിക്കൊരു ഐഡിയ തന്നെ. എനിക്കെന്നാലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റും, അല്ലെങ്കിൽ എന്നെ എന്നാലും കൊല്ലും കേസ് ഈ വണ്ടി.